അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് വന്നതിന്റെ എപ്പിസോഡ് 2 ആണ്. അപ്പോൾ ഞാൻ മുമ്പിട്ട വീഡിയോയിൽ എറണാകുളത്ത് വന്നതിന്റെ റീസൺ എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് ഈ വീഡിയോയിൽ വ്യക്തവും ശക്തവുമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ദോശയും സാമ്പാറും കഴിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. വീഡിയോയുടെ തുടക്കം തൊട്ടേ ഇവനെ കാണുന്നതുകൊണ്ട് ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം. ഇവനാണ് എന്റെ കൊളീഗും റൂംമേറ്റും ഫ്രണ്ടുമായ മിസ്റ്റർ ബിൻസൺ ഫ്രം ഇടുക്കി. ബൈ ദ വേ ഗൈസ്, ഇവനും ഞാനും രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്, പക്ഷേ നമ്മൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഞാനപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെ ജോലി എന്ത് ചെയ്തെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ ഗൈസ്, ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പഠിച്ച ഫീൽഡ് അല്ലായിരുന്നു അത്. അങ്ങനെ രാവിലത്തെ കലാപരിപാടിയെ കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ്. ആ മൂലയ്ക്ക് നമ്മുടെ ബിൻസിന്. പിന്നെ ഇതാണ് ഗൈസ് എന്റെ വർക്ക് സ്പേസ്. വന്നു കഴിഞ്ഞ് ഉടനെ നമ്മുടെ നെയിം ബോർഡ് എടുത്ത് നമ്മുടെ ഹൃദയഭാഗത്ത് തന്നെ ചാർത്തുക. ലോഗോ ബ്ലർ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, സം കമ്പനി പോളിസീസ്. മാമച്ചൂടൊന്നും തോന്നരുതേ. ഇനി തലേദിവസം എടുത്ത കുറച്ച് വർക്ക് ഫയൽസ് സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തലേദിവസം എന്താ നടന്നതെന്ന്. അപ്പോൾ തലേദിവസം പോയി പെട്ടെന്ന് കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു തലേ ദിവസത്തെ വീഡിയോ. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരു ആർട്ട് എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യപ്പൻ വിളക്കിന്റെ അടുത്ത് അലാവുദ്ദീൻ എന്താ കാര്യം? കാര്യമുണ്ട് ഗൈസ്, കാര്യമുണ്ട്. വേറൊന്നുമല്ല, ഇന്നത്തെ വർക്ക് എനിക്ക് അവിടെ. അടുത്തതായി വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തിയാണ് മിസ്റ്റർ ദിലീപ് ഫ്രം എറണാകുളം. ആള് കുറച്ച് നാണക്കാരനാണ്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദർബാർ ഹാളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതിമനോഹരവും വിജൃംഭിച്ചതുമായ പെയിന്റിംഗ്സുകളാണ്. ബൈ ദ വേ, ഇതായിരുന്നു എന്റെ ഇവിടത്തെ പണി. സത്യം പറഞ്ഞ ഈ പെയിന്റിംഗ്സ് വരച്ച ആൾക്കാരേക്ക് എനിക്ക് കാണിച്ചു തരണമെന്ന് നല്ല ആഗ്രഹം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സം കമ്പനി പോളിസീസ് കാരണം എനിക്ക് അതിന് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പെയിന്റിംഗ്സ് കണ്ട് ദൃഢങ്ക പുളകിതരാക്കുക. ഇനി നമുക്ക് നേരെ പ്രസന്റ് ഡേയിലേക്ക് വരാം. അങ്ങനെ ദിലീപും രാവിലെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചു നേരം പണിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ വാത്താളം മാത്രമേ ഉള്ളൂ, പണിയൊന്നുമില്ല. അങ്ങനെ കുറച്ചു നേരം പണിയെടുത്തതിന് ശേഷമാണ് ഞാൻ ആ വിവരം അറിയുന്നത് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റ് ഇതല്ല കേട്ടോ, ആരും ടെൻഷൻ അടിക്കേണ്ട, ഇവരെയും ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ജസ്റ്റ് നമ്പർ 1 ഇതാണ് മിസ് ഗൗരി. എന്തൊരു വിനയം. അതിന്റെ അടുത്തായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് അലീനയും ഷിറ. കൈവച്ച് പോകണ്ട എന്ന് ആംഗ്യം കാണിക്കുന്ന ഇവരാണ് നമ്മുടെ ഗസ്റ്റ് ജർമ്മൻകാരായോണ്ട് കൂടുതൽ അങ്ങ് മിണ്ടാൻ പോയില്ല. ജർമ്മൻകാർ പോയതിനു ശേഷം അവിടെ ഇരുന്ന് എന്റെ ചെയർ തിരിച്ച് കൊണ്ടിരുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടു. ഇതിനുശേഷം നടന്ന ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുന്നു. വരിക, നമുക്കിനി വൈകിട്ട് ചായ കുടിക്കാൻ പോവാം. ഈ വളിച്ച ചിരിയിരിക്കുന്ന ഇവനാണ് എന്റെ മറ്റൊരു റൂമേറ്റ് മിസ്റ്റർ ജെഫിൻ ഫ്രം ഓൾസോ ഇടുക്കി. അതുപോലെ തന്നെ അവന്റെ അപ്പുറത്തിരിക്കുന്ന ദേവേ ചേച്ചിയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അനറ്റു ആണ്. ഗൈസ്, ഞാൻ എല്ലാവരെയും ഏറെക്കുറെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇന്നത്തെ ഓഫീസിലെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ച് റൂമിൽ വന്നു, ഇനി നേരെ കഴിക്കാൻ പോകും. കഴിക്കാൻ വന്നപ്പോൾ ദേ ഇരിക്കുന്നു അടുത്ത ആൾ. ഇവന്റെ പേരാണ് മിസ്റ്റർ എഡ്വിൻ ഫ്രം കണ്ണൂർ. ആദ്യം ക്യാമറ എടുത്തപ്പോൾ കുറച്ച് നാണോ കാണിച്ച് എഡ്വിൻ പിന്നീട് മുദ്രകളൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ, വേറൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ.